സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്ന് ജിത്തു ജോസഫേ, ദൃശ്യം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുത്തോ, അത് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത് ചക്ക വീണ് മൊയിലി ചാകുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ്. ആരോ ഒരാൾ ഏതോ ഒരു കഥ വന്ന് പറയുന്നു, ആ കഥ ഇദ്ദേഹത്തിൻ്റെതായ രീതിയിലൊന്ന് മയപ്പെടുത്തി എടുത്തതിന് ശേഷം അത് സിനിമയാക്കുന്നു. ആ സിനിമയിലുള്ള അസോസിയേറ്റ് ഡയറക്ടറും അതുപോലെ തന്നെ മോഹൻലാലും എല്ലാവരും ഇടപെട്ടത് കൊണ്ട് മാത്രം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഹിറ്റാകുന്നു. അപ്പോൾ ചോദിക്കും, അപ്പോൾ മെമ്മറീസും അതുപോലെ തന്നെയാണ്. ആരെങ്കിലും വന്നു കൊണ്ടു കൊടുത്ത കഥയായിരിക്കാം. ആ കഥ ഇദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ ഇദ്ദേഹം എടുത്തപ്പോഴും മെമ്മറീസും ഉഷാറായി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പടം വിജയിച്ചിട്ടുണ്ടോ? ഇതുവരെ ഒരു പടം പോലും വിജയിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ആകെ വിജയിച്ചിരിക്കുന്നത് മെമ്മറീസ്, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം 1, ദൃശ്യം 2, ഇനി ദൃശ്യം 3 ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൃശ്യം വേണമെങ്കിൽ 100ാമത്തെ ഇതുവരെ എടുത്തോ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെയുള്ള പടങ്ങൾ എടുക്കരുത്, നിങ്ങളെ കൊണ്ട് ഇതൊന്നും താങ്ങില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആസിഫ് അലിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. അത് കണ്ടിട്ട് നമ്മുടെ പൈസ പോയതിൻ്റെ സങ്കടം തീരുന്നതിൻ്റെ ഇടയ്ക്കാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളനുമില്ല, കള്ളൻ ഞങ്ങളുടെ പൈസ കൊണ്ടുപോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ 150 രൂപക്ക് ഒരു ബലിയുമില്ലാത്തതുപോലെയാണ് ഇവരൊക്കെ പെരുമാറുന്നത്. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, സംവിധാനം അറിയാത്ത ഏതോ ഒരുത്തൻ, അതായത് ജിത്തു ജോസഫ് കഥയും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചിട്ട് അയാൾ എവിടെയോ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി, ഇത് ഏതോ ഒരുത്തൻ വഴിയെ പോകുന്ന ഒരുത്തൻ ചെയ്തു വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ജിത്തു ജോസഫ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇനി വിശ്വസിക്കത്തില്ല, ഇനി ദൃശ്യം എന്ന സിനിമ അല്ലാതെ വേറെ ജിത്തു ജോസഫിൻ്റെ ഒരു സിനിമ പോലും ഞങ്ങൾ കാണില്ല. കാരണം ഇദ്ദേഹത്തെ കൊണ്ട് ആ പണി നടക്കത്തില്ല. ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യത്തിൻ്റെ ആ ഒരു മാസ്മരികത മാത്രമേ ഉള്ളൂ, വേറെ ഒരു വസ്തുവില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ജിത്തു ജോസഫെ, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇനി സിനിമ സംവിധാനം ചെയ്യരുത്. നിങ്ങൾക്കത് താങ്ങില്ല. ഞങ്ങളുടെ 150 രൂപ പോയത് മിച്ചം. നിങ്ങൾ എന്ത് ഞെട്ടിക്കുന്നാണ് പറയുന്നത്? ഒരു തുമ്പും പാലും ഇല്ലാത്ത 2 പേരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് അധികം പലതും നമുക്ക് എന്തെങ്കിലും ഒരു സസ്പെൻസ് തോന്നണ്ടേ, നമുക്ക് എന്തെങ്കിലും ഒരു വികാരം തോന്നണമല്ലോ. ഒരു സിനിമ കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു ഇതുള്ളൂ. ഇതെന്ന് പറയുന്നത് വെറുതെ വന്ന് വെറുതെ ആയി. പിന്നെ പറയാം, ബിജു മേനോൻ്റെ തിരിച്ചു വരവാണ്, ബിജു മേനോൻ നന്നായിട്ടുണ്ട്, അതുപോലെ അതായത് പിന്നെ എന്താ പറയുക, നമ്മുടെ ജോജു ജോർജ് നന്നായിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നിരൂപിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയ കളരിയിൽ പയറ്റി തെളിഞ്ഞവരാണ്. ഇനി അവരുടെ അഭിനയം നല്ലതാണ്, അവരെ ഉള്ളായിരുന്നു എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു സിനിമയാകുമ്പോൾ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം, അപ്പോഴും മാത്രമാണ് ഒരു സിനിമയാകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തോന്ന് സിനിമയിൽ എത്തിവെച്ചിരിക്കുന്നത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് ജിത്തു ജോസഫിൻ്റെ തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അങ്ങ് മലമറിക്കലാണെന്ന്. എല്ലാ പടത്തിനും വന്ന് ഇതേപോലെ അങ്ങ് തള്ളും. ഇതുപോലെ തന്നെയാണ് ആസിഫ് അലീൻ്റെ എന്ന മിറാസ അങ്ങനെയായിട്ടൊരു സിനിമ എടുത്ത് വെച്ചിട്ട് ഒരു ഇതുമില്ലാത്ത സിനിമ. അതായത് ഏതോ ഒരുത്തൻ അറിയാത്തവൻ, ഞാൻ പറയുന്നേക്ക്, അതായത് ഈ ചില എന്താ പറയേണ്ടത്, വെറുതെ വന്നിട്ട് ആസിഫ് അലിയോട് പറഞ്ഞാൽ ഇതൊന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്നാൽ അയാൾ പിന്നെയും കുറച്ചും ഉഷാറാക്കിയേനെ. ഇതെന്ന് പറയുന്ന പേരിൻ്റെ ഒരു ഡയറക്ടർ വെച്ചിട്ട് ഈ മിറാഷ് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും വലതുവശത്തെ കള്ളൻ, പേരൊക്കെ കേട്ടാൽ വിചാരിക്കുമ്പോൾ കിടിലൻ തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആരോ പറയുന്ന കേട്ടോ, ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് അങ്ങ് തുറന്നു വിട്ടു. അത് കഴിഞ്ഞ് ദൃശ്യം 2 ഇറങ്ങുമ്പോഴോ എന്ന് ചോദിച്ചപ്പോഴും ബബ്ബ, അതായത് 2 ഇറങ്ങുമ്പോഴൊന്നും ഇറക്കി വിട്ടിട്ടില്ല. അപ്പോൾ 3 ഇറങ്ങുമ്പോൾ വേറൊരു ഇത് മെമ്മറീസ് ഇറക്കി വിടുന്നു, വലതുവശത്തെ കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ലൈനൊക്കെ കണ്ടപ്പോഴേ നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണെന്നറിയ, ഒരു ഭയങ്കര സംഭവമായിരിക്കുന്നതാണ്. ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ചില സംവിധായകരുടെ സിനിമ കാണുമ്പോൾ നമുക്ക് കരച്ചിലാണ് വരുന്നത്. ഇത്രയും സിനിമ കണ്ടതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ വിധത്തിലായേനെ. അതായത് ഇദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധമില്ലാതെ എടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആർക്ക് വേണ്ടി എടുത്തതാണെന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എവിടുന്നോ ഒരു കഥ കിട്ടി അത് തട്ടിമുട്ടിയിട്ട് എൻ്റെ ഒരു സിനിമയായിട്ട് അങ്ങ് ഇറക്കണം എന്നുള്ള രീതിയിൽ ഒരു സിനിമയാക്കാനുള്ള ഒരു കഥയുണ്ടോ, അല്ലെങ്കിൽ ഒരു സിനിമക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? അത് ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ ജോജു ജോർജിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവനും ഇയാൾക്കും കൊടുക്കേണ്ട മെയിൻ പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരുടെ സ്റ്റാർ വാല്യൂ കണ്ടിട്ട് 2 പേർക്കും നല്ല സ്റ്റാർ വാല്യൂ ഉണ്ട്.
രണ്ടുപേരുടെയും സിനിമ ഇനി എന്ത് പൊട്ട സിനിമയായാലും ജനങ്ങൾ പോയി കാണും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ ജിത്തു ജോസഫ് ഈ ഒരു കൊടുംചതി ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നടന്മാരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയത്തില്ല, നടന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്, ഈ ജിത്തു ജോസഫ് തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ദൃശ്യം 100 പേരെ എടുത്തോ വേണമെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് മോഹൻലാലും പിന്നെ 3 പേരും മീനിയും മാത്രമേ വേണ്ടൂ, വേറെ ആരും അതിൻ്റെ അകത്ത് വേണ്ട. പക്ഷേ വേറെ സിനിമകളൊക്കെ കൈവെക്കുമ്പോഴേ ജിത്തു ജോസഫ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രവുമല്ല, ഇദ്ദേഹം ചില സിനിമകൾ ഇദ്ദേഹം നിർമ്മിക്കും, എന്നിട്ട് അസിസ്റ്റൻറ്റിനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അതും നമ്മുടെ 150 രൂപ പോകുന്ന പരിപാടി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും നമ്മുടെ പൈസ പോകും. അതുകൊണ്ട് ജിത്തുവിനോട് പറയുകയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട ജിത്തു ജോസഫെ, ഇനിയിപ്പോൾ എനിക്ക് നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ആ കഷ്ടപ്പെട്ട പൈസ നിങ്ങൾ ഇതുപോലെ കൊണ്ട് കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേദന തന്നെയാണ്. ജിത്തുവിനോട് മാത്രമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജിത്തുവിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ജിത്തു ജോസഫ് സിനിമ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സിനിമ പോലെയല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. ഇപ്പം സത്യനന്ദിക്കാരൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ആ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ജിത്തു ജോസഫ് എന്ത് ചെയ്യുന്നു, ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത് നന്നാകും, അല്ലെങ്കിൽ അടുത്തത് നന്നാകും എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേ ജിത്തു ജോസഫ് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ദൃശ്യം 3 വരുന്നുണ്ട്, അതെന്താ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. രണ്ടാമതും ഒന്നാമതും എങ്ങനെയൊന്ന് കയറി പോയിട്ടുണ്ട്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും ഇനി ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. മോഹൻലാൽ താടിയൊക്കെ വടിച്ചു വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഉഷാറാകും. അതുപോലെ തന്നെ ജിത്തുവിൻ്റെ വേറൊരു ബോംബ് വരാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് എന്താ, റൂമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതും ഒരു വലിയ ബോംബായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നു ജിത്തു ജോസഫെ, നമുക്ക് താങ്ങത്തില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഈ പണി യോജിച്ചതല്ല. താങ്കൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും വന്നിട്ട് ദൃശ്യം ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോവുക. അല്ലാതെ വേറെ നടന്മാരെ വെച്ചിട്ട് ഈ ദൃശ്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവന്മാരുടെ ഡേറ്റും വാങ്ങിച്ച് അവരെ പോലും ഫീൽഡ് ഔട്ട് ആകുന്ന തരത്തിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ബിജു മേനോനെയും അതുപോലെ തന്നെ നമ്മുടെ ജോജു ജോർജിനെയും എല്ലാവരും വെറുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് അവരെ വെറുത്തു പോകും, അമ്മാതിരി പോകാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ജോജുവിനോടായാലും ബിജു മേനോനോടായാലും ഞാൻ പറയുകയാണ്, പണ്ട് ദിലീപും ഇതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ലൈഫ് ഓഫ് ജോസ് കുട്ടിയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ്. എല്ലാ സിനിമയും 8 നിലയിൽ പൊട്ടിയത് തന്നെയാണ്. പിന്നെ വന്ന് തള്ളും. അതായത് എൻ്റെ എല്ലാ പടവും അങ്ങനെ ഒരു ഇതിലില്ലാണ്, എൻ്റെ എല്ലാ പടവും സസ്പെൻസ് ത്രില്ലറാണ്, എൻ്റെ എല്ലാ പടവും ആകെ ഉള്ളത് എന്ന് പറഞ്ഞ് മെമ്മറീസും ദൃശ്യവും മാത്രമേ ഉള്ളൂ ആകെ ഒരു ഹിറ്റ് എന്നുള്ളത്. അത് ജിത്തു ജോസഫിൻ്റെ കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും സംശയം തന്നെയുണ്ട്. ഈ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പലരും എൻ്റെ കഥ പറഞ്ഞു പോയിട്ട് പിന്നീട് അവർ സ്വന്തം പേരിലേക്ക് കഥയാക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ മലയാള സിനിമയിൽ പണ്ട് മുതലേ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ കഥ പറയാൻ വരുന്ന പാവങ്ങളുടെ ഈറ്റുകളിങ്ങനെ കഥ പറഞ്ഞു പോകും, പിന്നീട് നോക്കുമ്പോഴേക്കും ഇതൊക്കെ സ്ക്രീനിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ആ പാവങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ ദൃശ്യം ഇറങ്ങിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നിട്ടാ. നന്ദി, നമസ്കാരം.